Hi students, 5th semester BSc Mathematics Abstract Algebra third module നമുക്ക് ഡിസ്കസ് ചെയ്യാം. തേർഡ് മോഡ്യൂളിനകത്ത് സെക്ഷൻ 13, സെക്ഷൻ 14, സെക്ഷൻ 15ന്റെ 14 മുതൽ 18 വരെയുള്ള പാർട്സ്. അതിലെ സെക്ഷൻ 13 ഹോമോമോർഫിസംസ് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണുക. ഹോമോമോർഫിസം, ഗ്രൂപ്പ് ഹോമോമോർഫിസം എന്താണ്, അതിന്റെ എക്സാമ്പിൾസ്: ട്രിവിയൽ ഹോമോമോർഫിസം, ഇവാലുവേഷൻ ഹോമോമോർഫിസം, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഡിറ്റർമിനന്റ്, പ്രൊജക്ഷന്, പ്രോപ്പർട്ടീസ്, 4 പ്രോപ്പർട്ടീസ് വരുന്ന ആ തിയറം, കേർണൽ ഓഫ് ഹോമോമോർഫിസം, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം നോർമൽ സബ് ഗ്രൂപ്പ്. അത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ ഉള്ളത്. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് കാണുക. അതിന്റെ കൂടെ ചാപ്റ്റർ 14 ഉണ്ട്. ചാപ്റ്റർ 14 എന്ന് വെച്ചാൽ ഫാക്ടർ ഗ്രൂപ്പ്സ്. ഫാക്ടർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കിയ ഒരു തിയറം: let phi from G to G dash be a group homomorphism with the kernel H, then the cosets of H form a factor group G by H where AH is equal to AH into BH is equal to AB of H. Also the map mu from G by H to phi of G defined by mu of AH is equal to phi of A is an isomorphism. Both coset multiplication and mu are well defined, independent of the choices of A and B from the cosets. അതിനുശേഷം ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൺഗ്രുവന്റ് മോഡുലോടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് ലെറ്റ് എച്ച് ബി എ സബ് ഗ്രൂപ്പ് ഓഫ് എ ജി ഗ്രൂപ്പ് ജി, then left coset multiplication is well defined by the equation AH into BH is equal to AB into H if and only if H is a normal subgroup of G. അതായത് എച്ച് ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആണ്. ലെഫ്റ്റ് കോസറ്റ് മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആ സബ് ഗ്രൂപ്പ് നോർമൽ സബ് ഗ്രൂപ്പ് ആണ്. ഇതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് തിയറമാണ്, പഠിക്കണം, കുറച്ച് ഇമ്പോർട്ടന്റ്. പ്രൂഫ് ഞാൻ ഓടിച്ചൊന്ന് പറയുകയാണ്. സപ്പോസ് ദാറ്റ് AH into BH is equal to AB into H is well defined on left coset multiplication. എന്നാ കാണിക്കേണ്ടത്? എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് കാണിക്കേണ്ടത്. അതായത് we want to show that AH and HA are the same set. നോർമൽ സബ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ AH is equal to HA അല്ലേ. നമ്മൾ ചെയ്യുന്ന ഇങ്ങനെയാണ്: ലെറ്റ് X element of AH. Choosing representatives X element of AH and A inverse element of A inverse H, we have എന്താ പറയാ, XH into A inverse H നെ നമ്മുടെ ഈ അസംഷൻ വെച്ച് തന്നെ പറയാം X A inverse of H എന്ന് പറയാം. ഓൺ ദ അതർ ഹാൻഡ് ഇനി ഞാൻ ഇങ്ങനെ എടുക്കുക, A element of AH എന്നും A inverse element of A inverse H എന്നും എടുത്താൽ AH into A inverse H എന്നാ പറയാം? ഡെഫിനിഷൻ അനുസരിച്ച് A into A inverse of H, A into A inverse E ആണ്. EH എന്ന് വെച്ചാൽ H ആണ്. Okay. Using our assumption that left coset multiplication well defined, we must have X A inverse is equal to H element of capital H. Then X is equal to some HA എന്ന് വിളിക്കും. So X element of capital HA and capital HA subgroup of HA. അതേപോലെ നമുക്ക് HA സബ്സെറ്റ് ഓഫ് AH എന്ന് പറയാം. അപ്പൊ ഇത് രണ്ടോട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ പറയാം? HA is equal to AH എന്ന് പറയാം. ഇനി കോൺവേഴ്സ് നോക്കാം. അപ്പൊ H നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് എടുത്തു. എന്താ കാണിക്കണം? ലെഫ്റ്റ് കോസറ്റ് മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കണം. അപ്പൊ നമ്മൾ ലെഫ്റ്റും റൈറ്റിനും വരെ കോസറ്റ് തന്നെ ഇവിടെ പറയുകയാണ്.
Suppose we wish to compute AH into BH. Choosing A element of AH and B element of BH, we obtain the coset AB into H. Choosing different representatives AH1 element of AH and BH2 element of BH, we obtain the coset AH1 BH2 of H. We must show that these are the same coset. Now H1B element of HB is equal to BH. Normal ion HB is equal to BH. So H1B is equal to B into some H3. Okay. Thus AH1 into BH2 is equal to AH1B into H2. ഇനി H1B എന്തുവായിരുന്നു? BH3. അപ്പോൾ A BH3 H2. അതായത് AB H3 H2. അതായത് എന്താ പറയാ? എലമെന്റ് ഓഫ് ABH എന്ന് പറയാം. അങ്ങനെ ആ എലമെന്റ് ABHലുണ്ടെന്ന് പറയാം. ഓക്കെ. അടുത്തത് പറയുന്നത് let H to be a normal subgroup of G, then the cosets of H form a group G by H under the binary operation H into BH is equal to AB into H. അപ്പം ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന പറയണ്ടത്. ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന വെച്ചാൽ അസോസിയേറ്റീവ് ഐഡന്റിറ്റി ഇൻവേഴ്സ്. നോക്കിയേ, അസോസിയേറ്റീവുടെ കാര്യം പറയാൻ പോവാണ്. AH into BH into CH is equal to AH into ഇതിനെ എന്നാ പറയാം, ബ്രാക്കറ്റ് BCH എന്ന് പറയാം. ഇനി ഇത് എന്നാ പറയാം, ഈ ഓപ്പറേഷൻ അനുസരിച്ച് A into BC of H എന്ന് പറയാം. അതേപോലെ തന്നെ തിരിച്ചു നോക്കിയാലും എന്തോ AB into C into H എന്ന് പറയാം. ഇനി എയും ബിയും സിയും എന്താ, എച്ചിലെ എലമെന്റ്, ജിയിലെ എലമെന്റ്. ജി നോർമൽ സബ് ഗ്രൂപ്പ്. നോർമൽ സബ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ബിയിലാണ്. അപ്പം എ ഇൻറ്റു ബി സി എച്ചും എ ബി ഇൻറ്റു സിയും എ ഇൻറ്റു ബി സിയും എ ബി ഇൻറ്റു സിയും എല്ലാം സെയിം ആണ്. അപ്പം നമുക്ക് അവിടെ അസോസിയേറ്റ് പറയാം. ഇനി എ എച്ച് ഇൻറ്റു ഇ എച്ച് എന്ന് പറയുന്ന എ ഇ എച്ച്, അതെന്ന് വെച്ചാൽ എ എച്ച്, അതെന്ന് പറയുന്നത് ഇ എ എച്ച്, അതായത് ഇ എച്ച് ഇൻറ്റു എ എച്ച് എന്ന് പറയാം. അതായത് ഇ എച്ച് ഈസിക്കൽ ടു എച്ച് എന്ന് പറയുന്നത് അവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് പറയാം, എച്ച് ജി ബൈ എച്ചില്. അതിന് ഇൻവേഴ്സിന്റെ നോക്കി, എ ഇൻവേഴ്സ് ഓഫ് എച്ച് ഇൻറ്റു എ എച്ച് ഈസിക്കൽ ടു, ഡെഫിനിഷൻ അനുസരിച്ച് എ ഇൻവേഴ്സ് എ എച്ച് അത് ഇ എച്ച്, അത് എ ഇൻവേഴ്സ് എച്ച്, അതായത് എ എച്ച് ഇൻറ്റു എ ഇൻവേഴ്സ് എച്ച്, അതായത് എ ഇൻവേഴ്സ് എച്ച് എന്ന് വെച്ചാൽ എ എച്ച് ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയാം. ഇനി ഇവിടെ ജി ബൈ എച്ച് എന്ന് പറയുന്നതിനാണ് നമ്മൾ ഫാക്ടർ ഗ്രൂപ്പ് അഥവാ കോഷ്യന്റ് ഗ്രൂപ്പ് ഓഫ് ജി ബൈ എച്ച് എന്ന് പറയുന്നത്. ഇനി ഇസഡ് അബീലിയൻ ഗ്രൂപ്പ് ആണ്, എൻ ഇസഡ് നോർമൽ സബ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇസഡ് ബൈ എൻ ഇസഡ് ഐസോമോർഫിക് ടു ഇസഡ് എൻ ആണെന്ന് ഓർക്കുക. ഫണ്ടമെന്റൽ ഹോമോമോർഫിസം തിയറം. ലെറ്റ് എച്ച് ബി എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി, then gamma from G to G by H given by gamma of X is equal to XH is a homomorphism with kernel H. അപ്പൊ H ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആണ്. ഗാമ എന്ന് പറയുന്നത് ഡിയിൽ നിന്ന് ഫാക്ടർ ഗ്രൂപ്പായ ജി ബൈ എച്ചിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഡിഫൈൻ ചെയ്യുന്ന ഗാമ ഓഫ് എക്സ് ഈസിക്കൽ ടു എക്സ് എച്ച് ആണ്. അതെന്ന് പറയുന്നത് ഒരു ഹോമോമോർഫിസം ആയിരിക്കും, അതിന്റെ കേർണൽ എച്ച് ആയിരിക്കും. പ്രൂഫ് ചെറുതായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ലെറ്റ് എക്സ് കോമ വൈ എലമെന്റ് ഓഫ് ജി, ദെൻ ഗാമ ഓഫ് എക്സ് വൈ എന്നാ പറയാം, ഡെഫിനിഷൻ അനുസരിച്ച് ഗാമ ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് എച്ച് ആ. അപ്പം ഗാമ ഓഫ് എക്സ് വൈ എന്തു, എക്സ് വൈ ഇൻറ്റു എച്ച്, അതെന്നാ പറയാം, എക്സ് എച്ച് ഇൻറ്റു വൈ എച്ച് എന്ന് പറയാം നമ്മുടെ കോസെറ്റിന്റെ ഡെഫിനിഷൻ അനുസരിച്ച്. അതായത് ഗാമ എക്സ് ഇൻറ്റു ഗാമ വൈ, അതായത് ഹോമോമോർഫിസം എന്ന് കിട്ടില്ലേ. സോ ഗാമ ഈസ് എ ഹോമോമോർഫിസം. ഇനി നോക്കിയേ, സിൻസ് XH is equal to H if and only if X element of H, അങ്ങനെ നമുക്ക് കേർണലിന്റെ കാര്യവും പറയാം. ഫണ്ടമെന്റൽ ഹോമോമോർഫിസം തിയറം സ്റ്റേറ്റ്മെന്റ്. ലെറ്റ് phi from G to G dash be a group homomorphism with kernel H, then phi of G is a group and mu from G by H to phi of G given by mu of GHI is equal to phi of G is an isomorphism.
if gamma from G to G by H is the homomorphism given by gamma of G is equal to GH, then phi of G is equal to mu gamma of G for each G element of capital G. പിന്നെ ഇവിടെ ഒരു തിയറം കൊടുത്തേക്കുന്നു. The following are the three equivalent condition for a subgroup H to be a normal subgroup of G. ഒരു ഗ്രൂപ്പ് നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാനുള്ള 3 ഇക്വലന്റ് കണ്ടീഷൻ ആണ്. GH G inverse element of H for all G element of capital G, H element of capital H. G capital H G inverse is equal to H for all G element of capital G. GH is equal to HG for all G element of capital G. ഈ 3 കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഒരു സബ് ഗ്രൂപ്പ് നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് പറയും. ഇനി ഒരു അബീലിയൻ ഗ്രൂപ്പിന്റെ എല്ലാ സബ് ഗ്രൂപ്പുകളും എപ്പോഴും നോർമൽ ആയിരിക്കും. ഓക്കെ. ഇനി ഒരു ഗ്രൂപ്പിൽ നിന്ന് ആ ഗ്രൂപ്പിലേക്ക് തന്നെയുള്ള ഐസോമോർഫിസത്തിനെയാണ് ഓട്ടോമോർഫിസം എന്ന് വിളിക്കും. ഇനി the automorphism Ig from G to G where Ig of x is equal to Gx G inverse for all x element of G. അതിനെയാണ് inner automorphism of G by small g എന്ന് പറയാം. ആ സ്മോൾ ig യെ നമ്മൾ കോൺജുഗേഷൻ ഓഫ് x by g എന്ന് പറയും. അത്രയുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ, ഓരോ എലമെന്റിന്റെ ഓർഡർ ഇത് കണ്ടുപിടിക്കാൻ ചോദിക്കാം, എ പാർട്ട് ചോദിക്കാം, അത് ചെയ്യണം. അതിനുശേഷം 15.14 തൊട്ട് 15.18 കൂടെ ഉണ്ട്, നമുക്ക് അതുകൂടെ നോക്കാം. സിമ്പിൾ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എ ഗ്രൂപ്പ് ഈസ് സിമ്പിൾ ഇഫ് ഇറ്റ് ഈസ് നോൺ ട്രിവിയൽ ആൻഡ് ഹാസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ നോർമൽ സബ് ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് സിമ്പിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിന് പ്രോപ്പർ നോൺ ട്രിവിയൽ നോർമൽ സബ് ഗ്രൂപ്പ് കാണരുത്, അത് നോൺ ട്രിവിയലും ആയിരിക്കണം. ഇനി ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് AN, അതായത് SN AN ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ AN എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കും ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആവുമ്പോൾ. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് A5ന്റെ ഓർഡർ 60 ആണ്, A6ന്റെ ഓർഡർ 360 ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ. ഇനി ഒരു തിയറി അവിടെ പറഞ്ഞേക്കുന്നത് let 5 from G to G dash be a group homomorphism. If n is a normal subgroup of G, then phi of n is the normal subgroup of phi of G. Also, if n dash is a normal subgroup of phi of G, then phi inverse of n dash is a normal subgroup of G. നമ്മൾ ഹോമോമോർഫിസത്തിന്റെ പ്രോപ്പർട്ടി പറഞ്ഞതിന്റെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി മാക്സിമൽ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? A maximal normal subgroup of a group G is a normal subgroup n not equal to G. അതായത് നോൺ ട്രിവിയൽ ആകരുത്, നോൺ ട്രിവിയൽ ആകരുത്. such that there is no proper normal subgroup n of G properly containing M. എമ്മിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ് കാണരുത്, എന്നാലല്ലേ അത് മാക്സിമൽ ആന്ന് പറയത്തുള്ളൂ. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് ഒരു തിയറമാണ്. M is a maximal normal subgroup of G if and only if G by M is simple. ഒന്നുകൂടെ പറയാം, M is a maximal normal subgroup of G if and only if G by M is simple. ഇമ്പോർട്ടന്റ് ആണ്, പ്രൂഫ് ഓടിച്ചു എന്ന് പറയാം. Let M be a maximal normal subgroup of G. Consider the canonical homomorphism gamma from G to G by M defined by, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തിയറം 14.9 എക്സ്പ്ലെയിൻ ചെയ്ത്, അതായത് ഡിഫൈൻ ചെയ്യുന്നത് ഗാമ ഓഫ് എക്സ് ഈസിക്കൽ എക്സ് എച്ച് എന്ന് പറഞ്ഞില്ലേ, അതേ കാര്യം തന്നെ. ഗാമ ഫ്രം G to G by M ഡിഫൈൻഡ് ബൈ ഗാമ ഓഫ് എക്സ് is equal to XM, കാരണം ഇവിടെ M ആണ്. Now gamma inverse of any non-trivial proper normal subgroup of G by M is a proper normal subgroup of G properly containing M, but M is maximum.
So this cannot be happen. Thus G by M is simple. അതായത് നമ്മൾ ഒരു പ്രോപ്പർ നോൺ ട്രിവിയൽ ഉണ്ടെന്ന് എടുത്തു, അപ്പൊ ഒരു കോൺട്രഡിക്ഷൻ എത്തി. അപ്പൊ നമ്മൾ എടുത്ത അസംഷൻ തെറ്റാണ്, അപ്പൊ അങ്ങനെ ഒരെണ്ണം ഇല്ല, അതുകൊണ്ട് സിമ്പിൾ ആണ്. കോൺവേഴ്സിലി G by M സിമ്പിൾ ആണെന്ന് എടുത്തു. ഇനി if n is a normal subgroup of G properly containing M, then gamma of n is normal in G by M. Also n not equal to G ആണ്. Then gamma of n not equal to G by M and gamma of n not equal to set M. Thus, if G by M is simple, no such gamma of n can exist. അതുകൊണ്ട് no such n can exist. അതുകൊണ്ട് M മാക്സിമൽ ആണ്. അതായത് ഇതിന്റെ ഇടയ്ക്ക് ഒരു n ഉണ്ടെന്ന് എടുത്തു, അപ്പൊ ഒരു കോൺട്രഡിക്ഷൻ എത്തി. അത്രയാണ് തേർഡ് മോഡ്യൂൾ. ഞാൻ ഓടിച്ചൊന്ന് പറയുകയായിരുന്നു.